തിരുനാവായ മഹാമാഘ മഹോത്സവത്തിന് അനുമതി നൽകി ജില്ലാ കളക്ടർ. നേരത്തെ റവന്യൂ അധികൃതർ എത്തി സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയില്ല എന്നാരോപിച്ചായിരുന്നു സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ഇതിനെതിരെ ഭക്തരുടെ പ്രതിഷേധം ശക്തമായതോടെയാണ് കുംഭമേളയ്ക്ക് ഇപ്പോൾ അനുമതി നൽകിയത്. കേരളത്തിന്റെ കുംഭമേളയ്ക്ക് ഒടുവിൽ പിണറായി സർക്കാർ അനുമതി നൽകി. മലപ്പുറം ജില്ലാ കളക്ടറാണ് പരിപാടിക്ക് ഉപാധികളോടെ അനുമതി നൽകിയതായി സംഘാടകരെ അറിയിച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന മഹാമാഘ മഹോത്സവത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ റവന്യൂ വകുപ്പ് അധികൃതരും പോലീസും എത്തി തടഞ്ഞത്. പരിപാടിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയില്ല എന്ന് ആരോപിച്ചായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയത്. ഇതോടെ വിശ്വാസി സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധം ഉയർന്നു. തുടർന്ന് ഹൈന്ദവ ശക്തിക്ക് മുന്നിൽ സർക്കാർ മുട്ടുമടക്കുകയായിരുന്നു. ഇന്ന് ഉച്ചയോടെയാണ് പരിപാടിക്ക് അനുമതി നൽകിയതായി കളക്ടർ സംഘാടകരെ അറിയിച്ചത്. സ്വാഭാവികമായും അതിന്റെ തുടർച്ച എന്നുള്ള രീതിയിൽ കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും മാത്രമല്ല ലോകത്തുനിന്ന് മുഴുവൻ ശക്തമായ എതിർപ്പ് ഈ വിഷയത്തിൽ വരികയും നമ്മുടെ ഈ മഹാമഹത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ട് വ്യാപകമായിട്ടുള്ള ഒരു ജനകീയ പങ്കാളിത്തം വരും എന്നുള്ള ഘട്ടം വന്ന സമയത്താണ് ഇപ്പോൾ ഈ ജില്ലാ ഭരണകൂടം ഈ ഒരു മാറ്റം വന്നിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ കളക്ടറും എസ് പിയും തമ്മിൽ ചർച്ച നടത്തിയെന്നാണ് പറയുന്നത്. തുടർന്ന് ഇന്ന് നമ്മുടെ ഭാരവാഹികളെ കളക്ടറെ നേരിട്ട് വിളിക്കുകയും വരാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെല്ലുകയുമായിരുന്നു. പരിപാടിക്ക് അനുമതി ലഭിച്ചതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. നാളെ മുതൽ മഹാമാഘ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങൾ ആരംഭിക്കും. 19-ന് കേരള ഗവർണർ വിശ്വനാഥ ആർലേക്കർ കുംഭമേളയ്ക്ക് കൊടി ഉയർത്തും. നമ്മൾ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പാരലായിട്ട് ചെയ്തു കഴിഞ്ഞു. ഇനി ഏറ്റവും പ്രധാനം വേണ്ടത് ഇവിടെ വരുന്ന ആളുകൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഈ അടിസ്ഥാന സൗകര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമുക്ക് അവർക്ക് സ്നാനം ചെയ്യാനുള്ള സൗകര്യം, ഈ ക്രൗഡ് തിരക്കില്ലാതെ മാനേജ് ചെയ്യാനുള്ള സൗകര്യം, അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ മലമൂത്ര വിസർജനങ്ങളടക്കം ചെയ്യാനുള്ള സൗകര്യങ്ങൾ. ഇത് ചെയ്യാനുള്ള ചില സാങ്കേതിക തടസ്സങ്ങളാണ് നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ മറ്റ് ചടങ്ങുകളായാലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും പൂജകളുടെ കാര്യത്തിലായാലും ഒക്കെ അതെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മൾ പ്ലാൻഡ് ആണ്. ഇതിനും നമ്മൾ ബദൽ സംവിധാനം കണ്ടിട്ടുണ്ട്. ആ സംവിധാനത്തിനാണ് കഴിഞ്ഞ ദിവസം ചെറിയൊരു തടസ്സം നേരിട്ടത്. പക്ഷേ ആ തടസ്സം മറികടന്നുകൊണ്ട് അത് പരിഹരിക്കാൻ സാധിക്കും ഇനിയുള്ള മണിക്കൂറുകളിൽ എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രയാഗിലും മറ്റും കുംഭമേളയ്ക്ക് നേതൃത്വം നൽകുന്ന നാഗ സന്യാസിമാരുടെ സമൂഹമായ ജുന അഗാഡയാണ് തിരുനാവായിലെയും മേള നടത്തുന്നത്. അഗാഡയുടെ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതിയാണ് മഹാമാഘ മഹോത്സവത്തിന് നേതൃത്വം നൽകുന്നത്. ഫെബ്രുവരി 3-നാണ് കുംഭമേള സമാപിക്കുക. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, മലപ്പുറം.